ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് അല്ല ചേച്ചി വന്ന് കഴിഞ്ഞിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് ഇതാദ്യമായിട്ടായിരിക്കും അല്ലേ. ഞാൻ ക്രിസ്മസിനൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ക്രിസ്മസ് അത്ര നല്ലതല്ലായിരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മുടെ ലോങ് വീഡിയോ ഇടുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വാട്ട് മൈ സിസ്റ്റർ ബോട്ട് ഫോർ മീ ഫ്രം ലണ്ടൻ. ചേച്ചി ലണ്ടനിൽ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനം ഇത്. ആക്ച്വലി ചേച്ചി വന്ന ഒരു ഫസ്റ്റ് വീക്ക് ചെയ്യാനിരുന്നതാണ് ഞാൻ, പക്ഷേ എനിക്ക് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ടും തിരക്കായതുകൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഈ വരുന്ന 4th 1 month ആയി ചേച്ചി വന്നിട്ട്. അപ്പോൾ അതിനുള്ളിൽ സാധനങ്ങളൊക്കെ എന്താ കൊണ്ടുവന്നത് എല്ലാവരും ചോദിച്ചാൽ ചേച്ചി വന്നപ്പോൾ എന്ത് കൊണ്ടുവന്നു അമ്മണി, എന്ത് കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഓർത്തൊരു വീഡിയോ ചെയ്യാമെന്ന്. സോ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ ഇതൊന്നും കാണിക്കാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എന്താണെന്ന് ഞാൻ കാണിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം ചെറിയ ചെറിയ സാധനങ്ങൾ തൊട്ട് തുടങ്ങാം. അതിനു മുന്നേ എൻ്റെ ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ തന്നെ അലങ്കരിച്ചതാണ്. കമൻറ്റ് വിടും. അപ്പം എനിക്ക് കുറച്ച് പാവകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇത് ഒരു ഫ്രോഗ് കുട്ടൻ, പിന്നെ ഇതാ ഈ കാണുന്നത് കാണാമോ, പിന്നെ ഇത് ഈ 2-3 കൂടി ഉണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുകയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇതാ ഇവരാണ്. ഇതിൻ്റെ ചുണ്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ്. പിന്നെ ഇത് എന്തോ ഒരു പ്ലച്ചാഞ്ചി പോലെ ഇരിക്കുന്ന സാധനം. പിന്നെ ഓറിയോ, ഇതിൻ്റെ ഒരു വേറൊരെണ്ണം പണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കാണാനില്ല. അപ്പം ഇതുണ്ട്. നെക്സ്റ്റ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പാവ കളക്ഷൻ. ഇനി അടുത്തത് ഒരു ബാഗ്, അഡിഡാസിൻ്റെ ബാഗുണ്ട്. കൂടെ ഒരു പൂമയുടെ ബാഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കാം. നമ്മളൊരു സ്ഥലം വരെ പോകുകയാണ്. അപ്പം അതിനു വേണ്ടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഇതാണ് അമ്മണിപ്പെട്ടി. ഇതാണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ. ഇതൊരു തൊപ്പി. ആക്ച്വലി അത് അവളുടെ ഇത് ഞാൻ അടിച്ചു മാറ്റിയതാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു ഡബിൾ ഷെയ്ഡ് തൊപ്പി വരുന്നത്. പിന്നെ മാഞ്ചസ്റ്ററിൻ്റെ ഒരു ബാഗ് ഉണ്ട്, സൈഡ് ബാഗ് പോലെ. പിന്നെ ഈ ഒരു സാധനം, ഇത് ആക്ച്വലി എനിക്ക് ഇടാനും മാത്രമുള്ള മുടിയൊന്നും ഇല്ല. പിന്നെ അത് കണ്ടപ്പോൾ ഞാനത് എടുത്തു. നെക്സ്റ്റ് ഒരു സ്കെച്ച് ബുക്കാണ്. ഞാൻ വരയ്ക്കും എന്നുള്ളൊരു അതിയായ വിശ്വാസം അവൾക്കുണ്ട്. ഞാൻ വരയ്ക്കും, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ഡ്രോയിങ് ബുക്ക് പോലും ഞാൻ വരച്ച് തീർത്തിട്ടില്ല. അപ്പം ഇതും ആ ഒരു സാധനത്തിലേക്ക് ഞാൻ ആഡ് ഓൺ ചെയ്തു. നെക്സ്റ്റ് ഇത് ആക്ച്വലി അവൾ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ഇത് രാജസ്ഥാനിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് ഞാൻ എടുത്താണ്. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്ന, രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ബാഗാണ്. അടുത്തത് ഇതും ഒരു ചെറിയ പാവ പോലത്തെ എന്തോ സാധനമാണ്. ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്നെയിലിൻ്റെ സെറം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്നെയിലിൻ്റെ പ്രോഡക്റ്റ് എനിക്ക് യൂസ് ചെയ്യണമെന്ന്. കാരണം എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് എനിക്ക് വലിയ ഗ്യാരണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ എനിക്ക് വർക്കൗട്ട് ആവുന്നു. ഇതായിരുന്നു പ്രൊഡക്ട്സ്, മോയ്സ്ചറൈസർ, ഐ ക്രീം, ടോണർ, അങ്ങനത്തെയൊക്കെ കുറച്ച് പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, പക്ഷേ അതോടൊപ്പം തന്നെ ഡിസപ്പോയിൻമെൻറ്റിലാണ്. കാരണം ഞാൻ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ഇതൊന്നും എനിക്ക് വർക്കൗട്ട് ആവുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ആക്ച്വലി. അടുത്തത് ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് പേനയും പൗച്ചൊക്കെ ഉണ്ടായിരുന്നു, അതെന്തോ ആയിപ്പോയതാണെന്ന് തോന്നുന്നു ഇതിനകത്തൊക്കെ. പിന്നെ ഒരു ബോഡി മിസ്റ്റ് ഉണ്ട്, ഒരു ബോഡി മിസ്റ്റ്, ഹെയർ മിസ്റ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ നഖമില്ലാത്ത എനിക്ക് നഖം കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് എത്ര നാളത്തേക്ക് ഇരിക്കുമെന്ന് അറിയില്ല, ചിലപ്പോൾ എൻ്റെ സ്വഭാവമായിട്ട് ഞാൻ ഇത് കടിച്ച് പറിക്കും. നെക്സ്റ്റ് ഐ ഷാഡോ പാലറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മേക്കപ്പിൽ ഐ ഷാഡോ. സോ അതിൻ്റെ ഒരു ചെറിയത് മിനിമലിസ്റ്റിൻ്റെ ഒരു ഐ ഷാഡോയും പിന്നെ വലിയൊരു ഐ ഷാഡോ പാലറ്റും ഉണ്ട്. ഇതിനകത്ത് ഞാൻ എല്ലാം യൂസ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ആകെ 2 കണ്ടേ ഉള്ളൂ, അപ്പോൾ ശരിക്കും എല്ലാം ചെയ്യണം. അപ്പോൾ അതാണ് അത്. പിന്നെ ഈ സാധനം ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്യൂട്ടായിട്ട്. ഞാൻ ഭയങ്കര റൂം ഡെക്കർ അങ്ങനത്തെയൊക്കെ സാധനമൊക്കെ, ലിറ്റിൽ തിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലത്തെ ഒരു ചെറിയൊരു ലിറ്റിൽ തിങ്സ് എന്ന് പറഞ്ഞ സാധനം അവളെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴും എൻ്റെ തൊടുപുഴയിലത്തെ വീട്ടിൽ ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഞാൻ അവിടെ കൊണ്ടുപോയി ഹാങ് ചെയ്യും. നെക്സ്റ്റ് വൺ ആദ്യമായിട്ട് ലണ്ടനിൽ പോയപ്പം ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് കണ്ടപ്പോൾ അവൾ മേടിച്ചതാണെന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ എൻ്റെ വണ്ടിയുടെ തക്കോലിൻ്റെ അകത്ത് ഇടും. നെക്സ്റ്റ് കുറച്ച് 2-3 ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്കൊന്ന് വേറെ ഇതിനകത്ത് അതൊക്കെ ഇനി യൂസ് ചെയ്തു. ഇതേപോലത്തെ 2-3 ഇതുകൊണ്ട് ഒരു ന്യൂഡ് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ കുറച്ച് ക്രീമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ക്രീം. ഇതാ ചീക്ക് ടിൻ്റ്. നെക്സ്റ്റ് നമ്മുടെ മെയിൻ സാധനം, അയ്യോ വേറൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അതിന് മുന്നേ നമ്മൾക്ക് വാച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് അമ്മയ്ക്ക് മേടിച്ച വാച്ചായിരുന്നു. എൻ്റെ വാച്ച് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത്
കൊടുത്തു. അമ്മയുടെ വാച്ച് എനിക്ക് ചേരുന്നുണ്ടായിരുന്നു, അപ്പം ഞാനതെടുത്തു. ആ വാച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വാച്ച്. എനിക്ക് ഇങ്ങനത്തെ ഒരു വാച്ച് വേണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. ആഗ്രഹം സഫലമാക്കി തന്ന കീർത്തി ഗോകുമാറിന് അതിയായി നന്ദി. ആൻഡ് ഫൈനലി നമ്മുടെ ലാസ്റ്റ് സാധനമാണ്. അതെനിക്ക് പറയാൻ വാക്കുകളില്ല ഗൈസ്, പറയാൻ വാക്കുകളില്ല. കാണിച്ചു തരാം. വിക്ടോറിയ സീക്രട്ടിൻ്റെ ബോബ് ഷെല്ലിൻ്റെ ഒരു എന്തായിരുന്നു പെർഫ്യൂമാണ്. അത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഗൈസ്. ദീദി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് വിക്ടോറിയ സീക്രട്ട്. അയ്യോ അതിൻ്റെ സ്മെല്ലെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പക്ഷേ ഏറ്റവും സങ്കടം ഭയങ്കര ചെറിയ കുപ്പിയാണ്, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ തുടക്കുക, ഇങ്ങനെ തുടയ്ക്കുക. ഇതാണ് നമ്മളിനി ചെയ്യാൻ പോണത്. പക്ഷേ സീരിയസ്ലി ഭയങ്കര അടിപൊളി സ്മെല്ലാണ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ഗിഫ്റ്റാണ് ഈ സാധനം. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറച്ച് നല്ല ഗിഫ്റ്റൊക്കെയാണ് അവൾ കൊണ്ടുവന്നത്. ആൻഡ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണും ഓൾ ഗിഫ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് നമുക്കിനി വേറെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ കൊണ്ടുവന്നതിൽ ഭയങ്കര സന്തോഷം ഗൈസ്, സന്തോഷം. അപ്പോൾ നമ്മുടെ വീഡിയോ ചെറുതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അതിന് മുന്നേ ഞാൻ ചേച്ചി വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് എങ്ങനെയൊക്കെ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഇതൊക്കെയായിരുന്നു ചേച്ചി കൊണ്ടുവന്ന, എനിക്ക് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ടിൽ ദെൻ ബൈ.